നമ്മുടെ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കിഴക്കിന്റെ റോം എന്നും സഞ്ചാരികളുടെ പറുദീസ എന്നും അറിയപ്പെടുന്ന ഗോവയിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോയിരിക്കുന്നത്. ഏകദേശം ഗോവയിലെ എല്ലാ സ്പോട്ടുകളും കവർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. കോഴിക്കോട് നിന്നും വൈകിട്ട് 5 മണിയുടെ നേത്രാവതി എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ 5 മണിക്ക് നമ്മൾ ഗോവയിലെ തിവിം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്. സ്റ്റേഷനിലെത്തി ഉടനെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിരുന്നു. അങ്ങനെ റിസോർട്ടിലെത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. 400 വർഷത്തിലധികം പഴക്കം ചെന്ന കോട്ടയാണ് അഗോഡ കോട്ട. ഈ കോട്ടയേക്കാൾ ഫേമസ് ആണ് ഇവിടെയുള്ള ലൈറ്റ് ഹൗസ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈറ്റ് ഹൗസ് ആണിത്. ഡച്ചുകാരിൽ നിന്നും മറാത്തികളിൽ നിന്നുമുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോർച്ചുഗീസുകാർ പണിത കോട്ടയാണിത്. എഗോഡ എന്ന് വെച്ചാൽ ജലം എന്നാണ് അർത്ഥം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണി കൂടിയായിരുന്നു ഈ കോട്ട. ഒരു കാലത്ത് കോട്ടയുടെ വിവിധ ഭാഗങ്ങൾ ജയിലുകളായി പ്രവർത്തിച്ചിരുന്നു. ഇതിനകത്തേക്ക് സന്ദർശകർക്ക് അനുമതിയില്ല. കോട്ടയുടെ സമീപത്തു കൂടി ഒഴുകുന്ന അരുവിയിലൂടെയായിരുന്നു ഇവിടേക്കുള്ള ജലം സംഭരിച്ചു വെച്ചിരുന്നത്. ഇതുവഴി പോയിരുന്ന കപ്പലുകളിലൊക്കെ ജലം എത്തിക്കുന്നത് ഈ കോട്ടയിൽ നിന്നുമായിരുന്നു. ഇതാണ് ലോയർ അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ട് 2 ഭാഗങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്, മുകൾ ഭാഗവും താഴ്ഭാഗവും. മുകൾ ഭാഗം ജലസംഭരണി ആയിരുന്നുവെങ്കിൽ താഴ്ഭാഗം കപ്പലുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കോട്ടയായതുകൊണ്ട് തന്നെ നിരവധി സൈനികോപകരണങ്ങളും വെടിമരുന്നുകളും ഇവിടെ വെച്ച് സംഭരിച്ചിരുന്നു. സൂര്യാസ്തമയത്തിന് പേരുകേട്ട സ്ഥലം കൂടിയാണ് അഗോഡ ഫോർട്ട്. സൂര്യാസ്തമയം കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ കടലിന്റെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഗോവയിലെ ഫേമസ് ഫുഡ് ഐറ്റമായ താലി ഫുഡ് കഴിക്കാനായിരുന്നു പോയിരുന്നത്. ചോറിനൊപ്പം നല്ലൊരു ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും പായസവും അടങ്ങുന്ന ഒരു അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു. നമ്മൾ നോർമൽ താലിയായിരുന്നു ഓർഡർ ചെയ്തത്. 200 രൂപയായിരുന്നു ചാർജ് ചെയ്തത്. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ബാഗ ബീച്ചിലോട്ടാണ് പോകുന്നത്. നമ്മുടെ റിസോർട്ടിൽ നിന്നും നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ബാഗ ബീച്ചിലോട്ടുള്ളത്. ഗോവയിലെ ഫേമസ് ബീച്ചുകളിൽ ഒന്നാണ് ബാഗ ബീച്ച്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വാട്ടർ സ്പോർട്സ് ആണ്. ഇതിനരികിലായി നിരവധി ബാറുകളും റെസ്റ്റോറന്റുകളും കാണാവുന്നതാണ്. ഒരുപാട് നേരം നമ്മൾ ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൺസെറ്റും കാണാൻ കഴിയുന്നു. തിരിച്ച് റിസോർട്ടിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് സ്പോട്ട് തന്നെയായിരിക്കും ബാഗ ബീച്ച്. പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ടും വലിയ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടും ഇറ്റ്സ് മൈ ജേണി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ ഗോവയിലോട്ട് വരുന്നത്. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിൽ 3 ഡേ 2 നൈറ്റ് പാക്കേജ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. അതിൽ ഒരു AC റൂം, 3 ബ്രേക്ക്ഫാസ്റ്റ്, 2 ഡിന്നർ, പിന്നെ ഒരു പേഴ്സണൽ ഗൈഡ്, പിന്നെ പോകേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഒരു കാറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 2 ഫാമിലി ആയിട്ടാണ് ഈ ട്രിപ്പ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് ഗോവയിലെ ഫേമസ് ബ്രിഡ്ജാണ്. നമ്മൾ ഡേ 2 കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് സെന്റ് അഗസ്റ്റിൻ ടവറാണ്. 1600കളിൽ ഗോവയിലേക്ക് വന്ന അഗസ്റ്റിൻ സന്യാസിമാരാണ് സെന്റ് അഗസ്റ്റിൻ ടവർ പണിതത്. നമ്മൾ ആദ്യം അതിനടുത്തുള്ള ഒരു ആർട്ട് ഗാലറിയിലേക്കാണ് പോയത്.
അവിടെ ക്രിസ്തുവിടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോരോ പെയിന്റിംഗ് ആണ് കാണാനുള്ളത്. ഓരോരോ മതപരമായ പ്രശ്നങ്ങൾ കാരണം അഗസ്ത്യൻ സന്യാസിമാർക്ക് ഈ ദേവാലയം സംരക്ഷിക്കാൻ കഴിയാതെയായി. അങ്ങനെ ഇതൊരു പാതി പൊളിഞ്ഞ കെട്ടിടമായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. എങ്കിലും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഗോവ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രമായിരിക്കും ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന ഈ ദേവാലയം. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ആ ഒരു കെട്ടിടം അത്രക്കും അട്രാക്റ്റീവ് ആണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ 500 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഭൗതിക ശരീരം ഇന്നും ഇതിനുള്ളിൽ സൂക്ഷിക്കപ്പെടുന്നു. അതിനുള്ളിൽ വീഡിയോഗ്രാഫിക്കുള്ള പെർമിഷൻ ഇല്ല. ഇതിന് നേരെ ഓപ്പോസിറ്റായി കാണപ്പെടുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും പുരാവസ്തു ഗവേഷണത്തിനും ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ 2 സ്പോട്ടും ഓൾഡ് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ലഞ്ച് മല്ലു റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കേരള റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു. പിന്നെ പനാജിയിലേക്കായിരുന്നു പോയത്. അവിടുത്തെ ഈ ചർച്ച് വളരെ ഫേമസ് ആണ്. ഗോവയുടെ തലസ്ഥാന നഗരമാണ് പനാജി. പനാജിക്കടുത്തുള്ള ഒരു ബീച്ചായിരുന്നു മിറാമർ ബീച്ച്. ഇവിടുത്തെ ബീച്ചുകളുടെയൊക്കെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ സ്പോർട്സും നൈറ്റ് ലൈഫും തന്നെയാണ്. പിന്നെ നമ്മൾ അവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റായ പഞ്ചമിലോട്ടാണ് പോയത്. അതിനടുത്തുള്ള ഒരു ജ്യൂസ് കടയാണിത്. വളരെ അഫോർഡബിൾ റേറ്റിൽ ഫ്രഷ് ജ്യൂസ് ആണ് ഇവിടെ ലൈവായിട്ട് കൊടുക്കുന്നത്. പിന്നെ തിരിച്ചു പോരും വഴി കണ്ട കാഴ്ചയാണ് ഇത്. കസിനോ പ്രാഡിന്റെ ഒരു ആഡംബര കപ്പലാണ് ആ കാണുന്നത്. ഇവിടുത്തെ ഫേമസ് ആഡംബര വിനോദ വേദിയാണ് കസിനോ. 2000 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ കാണുന്നത് കസിനോ പ്രാഡിന്റെ ഒരു ആഡംബര കപ്പലാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. ഡേ 3 കടക്കുകയാണ്. മൂന്നാം ദിവസം നമ്മൾ ആദ്യം പോയിരുന്നത് ചപ്പോറ ഫോർട്ട് കാണാനാണ്. മറ്റുള്ള ഫോർട്ടിനെ പോലെ തന്നെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിതും. ഇവിടുത്തെ ഈ എൻട്രൻസ് നല്ലൊരു അട്രാക്റ്റീവ് ആയിരുന്നു. ഇവിടെ നിന്നുള്ള കടലിന്റെ വ്യൂ അത്രയും മനോഹരമാണ്. സൂര്യാസ്തമയത്തിന് പേരുകേട്ട സ്ഥലമാണ് ഈ കോട്ടയും. സൂര്യാസ്തമയം കാണാനാണ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തുന്നത് ഗോവയിലേക്കാണ്. ഇതിനടുത്തുള്ള ഒരു മാർക്കറ്റാണിത്. ഒരു ഇൻസ്ട്രുമെന്റൽ ഐറ്റമാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഐറ്റമാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ഊണ് കേരള റെസ്റ്റോറന്റ് തന്നെയായിരുന്നു. നമ്മുടെ കോഴിക്കോട് ഷെഫുള്ള ഒരു റെസ്റ്റോറന്റ് തന്നെയാണിത്. നമ്മുടെ കേരള ഫുഡ് പോലെ തന്നെ സാമ്പാറും മീൻ വറുത്തതും ഒക്കെ ആയിട്ടുള്ള ഫുഡായിരുന്നു. ഈ കാണുന്നതൊക്കെ മലയാളി പിള്ളേരാണ്. കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് ട്രിപ്പ് വന്നവരാണ്. നല്ലൊരു അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു അന്ന് കഴിച്ചത്. ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അഞ്ജുന ബീച്ചിലോട്ടാണ് പോയത്. ഇതുകൂടാതെ നമ്മൾ കല്ലങ്കട്ട് ബീച്ചിലും മറ്റും പോയിരുന്നു. ബീച്ചുകൾക്കൊക്കെ ഒരേ ആംബിയൻസ് ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഇവിടുത്തെ എല്ലാ ബീച്ചുകളുടെയും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നൈറ്റ് ലൈഫും വാട്ടർ സ്പോർട്സും തന്നെയാണ്. എങ്കിൽ പോലും ഒരു പടി മുന്നിൽ നിൽക്കുന്നതായിരിക്കും നമ്മുടെ ബാഗ ബീച്ച്. ഇത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്.
പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ലൊരു മഴയായിരുന്നു. 3 ദിവസവും മഴ കാരണം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഗോവയിലെ ഏറ്റവും വലിയൊരു സ്റ്റേഷനായ മഡ്ഗൺ സ്റ്റേഷനിലാണ് പോകുന്നത്. മഡ്ഗൺ എക്സ്പ്രസ്സിലാണ് നമ്മൾ തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.